ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള PSC മെക്കാനിക്കൽ ഗ്രാജുവേറ്റ്സിന് മെക്കാനിക്കൽ BE കംപ്ലീറ്റ് ആക്കിയവർക്ക് 3 പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റുകൾ, 2 അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ് 2 എണ്ണം വന്നിട്ടുണ്ട്. AE. ഓക്കെ, അത് ഒരെണ്ണം നമ്മുടെ പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്, പോർട്ട് സർവീസ്. അതുപോലെ രണ്ടാമത്തെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് 2 അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റുകൾ വന്നിരിക്കുന്നത്. മൂന്നാമതായിട്ട് വന്നിരിക്കുന്നത് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ്, ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഗ്രേഡ് 2. ഓക്കെ, ബോയിലേഴ്സ് ഗ്രേഡ് 2 ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് മൂന്നാമതായിട്ടുള്ള ഒരു പോസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ക്വാളിഫിക്കേഷൻ എന്താണ്? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, BE അല്ലെങ്കിൽ BTech. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾക്കുള്ളൊരു കൺഫ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ എല്ലാം സിലബസ് ഒന്നാണോ, ഇതിനെല്ലാം ഒരു പ്രിപ്പറേഷൻ മതിയോ എന്നുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ടുണ്ട്, നമ്മളോട് സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്. അപ്പം അതിലൊരു ക്ലാരിറ്റി നമുക്ക് വരുത്തണം. എന്താണ് ഇതിൻ്റെ എല്ലാം സിലബസ് ഒന്നാണോ, ഒന്നായിരിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം നമുക്കൊരു ക്ലാരിറ്റി വരുത്തണം. അത് നമുക്ക് വഴിയെ വരുത്താം. അപ്പോൾ അതിന് മുന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 2 അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. ഓക്കെ, 14/1/2026 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന മുറയ്ക്ക് എന്ത് ചെയ്യുക, അത് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. 2 എക്സാമിനോട് ഒരു പ്രിപ്പറേഷൻ മതി, അല്ലെങ്കിൽ 3 എക്സാമിനോട് ഒരു പ്രിപ്പറേഷൻ മതി. അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി കൺഫ്യൂഷൻ ഒന്നും ആവണ്ട, നിങ്ങളത് അപ്ലൈ ചെയ്യണം. ഈ ഒരു ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഈ പറയുന്ന ടെക്നിക്കൽ എക്സാമുകൾക്ക് വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ പോളിടെക്നിക് ലെക്ചർ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം, അല്ലെങ്കിൽ AMV എക്സാം, ഇതൊക്കെ എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമുകളും നമ്മൾ ഈ പറഞ്ഞ ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഗ്രേഡ് 2 എക്സാമുകളും ഒന്നും ഒരിക്കലും മിസ്സാക്കരുത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് അടുത്ത മാസം 4-ാം തീയതിയാണ്, 4/2 ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അതും എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യാൻ തന്നെ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി ഇതിൻ്റെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. ഓരോ പോസ്റ്റിൻ്റെയും ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്തായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ വേക്കൻസി എന്തായിരുന്നു, എത്ര അഡ്വൈസുകൾ പോയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പം കേരള പോർട്ട് സർവീസ്, അതിൽ ഹൈഡ്രോഗ്രാഫിക് സർവേ വിങ്ങിലേക്കാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ്. സ്കെയിൽ ഓഫ് പേ 55,000 മുതൽ 1,15,000 വരെയുള്ള നല്ല സ്കെയിൽ ഓഫ് പേ ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു വേക്കൻസിയാണ്. ഓക്കെ, അതാണ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്. അതിൽ ഏജ് ലിമിറ്റ് 21 മുതൽ 40 വയസ്സ് വരെയുള്ള ഏജ് ലിമിറ്റാണ്. പിന്നെ ഏജ് റിലാക്സേഷനും ഉണ്ട്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? BTech ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, പിന്നീട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ളതും ഈ സെയിം സാലറി സ്കെയിൽ, വേക്കൻസി അവിടെ ആൻറ്റിസിപ്പേറ്റഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഏജ് ലിമിറ്റും 20 to 40 ആണ് എന്നുള്ള കാര്യം ഒന്ന് നോക്കുക. ഓക്കെ, ക്വാളിഫിക്കേഷൻ BSc ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, എന്തായാലും ബേസിക് ആയിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തന്നെയാണ് അവിടെ ക്വാളിഫിക്കേഷനും പറയുന്നത്. ഓക്കെ, ഇത് ലാസ്റ്റ് ടൈം ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്നുള്ളത്, ഈ ഒരു പെർട്ടിക്കുലർ ക്വാളിഫിക്കേഷൻ ഇക്വലൻ്റ് ആയിട്ട് BTech പ്രൊഡക്ഷനും, BTech മെക്കാനിക്കൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, BTech മെക്കാനിക്കൽ സ്ട്രീം ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗും അവിടെ ആപ്ലിക്കബിൾ ആയിരുന്നു എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള AEയുടെ ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഡീറ്റെയിൽസ്, റാങ്ക് ലിസ്റ്റ് എഫക്റ്റിൽ വന്നത് 18/6/2023 അപ്പോൾ നിലവിൽ ആ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. പക്ഷേ എന്താണ്, ഈ 6-ാം മാസം തന്നെ എന്താവും, അത് എക്സ്പയർ ആവും. അതിന് മുന്നേ തന്നെ നമുക്ക് എന്താണ് എക്സാം വരികയും ചെയ്യും, അല്ലെ ആ ഒരു സമയത്ത് എക്സാം വരികയും ചെയ്യും. എക്സാം സ്ലോട്ട് അവൈലബിൾ ആണ്, അത് നമുക്ക് നോക്കാം. എന്തായാലും കട്ട് ഓഫ് വന്നിരുന്നത് 69.67 ആണ്. മാക്സിമം മാർക്ക് 81 ആണ് വന്നത്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിൻ്റെ മെയിൻ ലിസ്റ്റ് 17 പേരുടെ മെയിൻ ലിസ്റ്റാണ്. എത്ര പേർക്ക് അഡ്വൈസ് ഇതുവരെ പോയിട്ടുണ്ട്? 15 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ നമ്പേഴ്സ് ഒന്നും നോക്കില്ല. 15 എന്ന് പറയുന്ന ഒരു വലിയ നമ്പറൊന്നുമല്ല. സ്റ്റിൽ നിങ്ങൾ ഈ ഒരു പോസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ 15-നകത്തോ അല്ലെ 10-നകത്തോ നിങ്ങൾ വരാൻ വേണ്ടി എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പം നമുക്കുണ്ടാകുന്ന ഒരു മെയിൻ ബെനിഫിറ്റ് എന്താണ്, ഇനിയും അങ്ങോട്ട് വരുന്ന പോളിടെക്നിക് ലെക്ചർ, AMV അല്ലെ അസിസ്റ്റന്റ് പ്രൊഫസർ പോലുള്ള എക്സാമുകൾക്കൊക്കെ എന്താണ് വളരെ അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്നതാണ്. കാര്യം ഇതിൻ്റെ സിലബസ് അങ്ങനെ ഒരു സിലബസാണ്, വളരെ ബേസിക് ആയിട്ടുള്ള സബ്ജക്ട്സ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട കുറേ ടോപ്പിക്കുകൾ തന്നെയാണ് ഈ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് എന്താണ് ഒരു മറ്റുള്ള എക്സാമ്പിളുടെ പ്രിപ്പറേഷനൊക്കെ അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, അസറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഇന്നാണെന്നുള്ള കാര്യം കൂടെ ഒന്ന് നിങ്ങൾ നോക്കുക. അടുത്തതായി ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഗ്രേഡ് 2. ഓക്കെ,
സ്കെയിൽ ഓഫ് പേ നേരത്തെ പറഞ്ഞ എയുടെ സ്കെയിൽ തന്നെയാണ് 55,000 മുതൽ 1,15,000 വരെയുള്ള സ്കെയിൽ ഓഫ് പേ. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. ഏജ് ലിമിറ്റ് 23 to 36 ആണ്. 36 വരെയുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ 40 വരെ പോകുമെങ്കിൽ ഇത് 36 വരെ ഉള്ളെന്നുള്ള കാര്യം ഓർക്കുക. ക്വാളിഫിക്കേഷൻ എന്താണ്? ബിടെക് മെക്കാനിക്കൽ അല്ലെ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. പ്രിഫറൻഷ്യലായിട്ട് 2 years എക്സ്പീരിയൻസ് ഇൻ മാനുഫാക്ചറിംഗ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഓഫ് ബോയിലേഴ്സിന് പബ്ലിക് എൻ്റർപ്രൈസ് ഓർ ഫാക്ടറി എന്ന് പറയുന്നുണ്ട്. പ്രിഫറബിൾ ആണ് എന്നുള്ള കാര്യം അല്ലെ പ്രിഫറൻഷ്യൽ ആണെന്നുള്ള കാര്യം ഓർക്കുക. എന്തായാലും ബിടെക് മെക്കാനിക്കൽ അല്ലെങ്കിൽ ബി മെക്കാനിക്കൽ കംപ്ലീറ്റ് ആക്കിയവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നേരത്തെ എന്തൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഏതൊക്കെ ഇതിന് ഇക്വലൻ്റ് ആയിരുന്നു, ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇക്വലൻ്റ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ ബിടെക് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗും AMA സെക്ഷൻ A and B മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് AMA മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അപ്പം ഈ ഒരു എക്സാമിൻ്റെ ലാസ്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് 2024 മെയ് 28 കട്ട് ഓഫ് 67.67 ആയിരുന്നു. ടോട്ടൽ അഡ്വൈസ് ഇതുവരെ പോയിട്ടുള്ളത് 5 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. നമ്പർ ഓഫ് ക്യാൻഡിഡേറ്റ്സിൻ്റെ മെയിൻ ലിസ്റ്റ് 18. ഓക്കെ, ഇതിൻ്റെ അപ്ലൈൻ്റെ ലാസ്റ്റ് ഡേറ്റ് 4/2 ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇതിൻ്റെ സിലബസിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 3 എക്സാമുകളുടെ സ്ലോട്ട് പുറത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അത് എന്നാണ്? ജൂലൈ സെപ്റ്റംബർ സ്ലോട്ടിലാണ് ഈ ഒരു എക്സാം നടക്കാൻ സാധ്യത എന്ന് PSC ആനുവൽ കലണ്ടർ പുറത്തു വിട്ടപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ 3 മാസങ്ങളിൽ ഏതെങ്കിലും മാസമായിരിക്കും ഈ ഒരു എക്സാം വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു 3 എക്സാമുകൾക്ക് ഏത് സിലബസ് വെച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് റീസെൻ്റായിട്ട് നടന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള ആ ഒരു എക്സാം, അതുപോലെ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഗ്രേഡ് 2 സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടന്നിരുന്നു. ആ ഒരു എക്സാമിന് ഉള്ള സിലബസ്, അതുപോലെ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1ൻ്റെ സിലബസ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ്റെ സിലബസ്, ഇതെല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കോമൺ സിലബസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ആ ഒരു സിലബസ് തന്നെ ആയിരിക്കും ഈ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിനും അല്ലെങ്കിൽ ഈ ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിൻ്റെ എക്സാമിനും വരാൻ സാധ്യത കൂടുതൽ. അപ്പോൾ അത് ഏത് സിലബസ് ആയിരുന്നു? ആ സിലബസ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഡീറ്റെയിൽ ആയിട്ടല്ല, ഓവറോൾ അതിൻ്റെ വെയിറ്റേജും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ എന്തായാലും ആദ്യമേ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. നമുക്കറിയാം ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എക്സാമിന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. 12 മാർക്ക് വെയിറ്റേജിലാണ് ചോദിച്ചിരിക്കുന്നത്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് തെർമോഡൈനമിക്സ്. 12 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീൻസ്, ഹൈഡ്രോളിക് മെഷീൻസ് 12 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ് 12 മാർക്കാണ് വെയിറ്റേജ്. തെർമൽ 14 മാർക്ക് വെയിറ്റേജിൽ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തിയറി ഓഫ് മെഷീൻസ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് 14 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പ്രൊഡക്ഷൻ ടെക്നോളജി 12 മാർക്ക്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് 12 മാർക്ക്. അപ്പോൾ ഈ സബ്ജക്റ്റുകൾ ഏതെടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുടെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകളാണ് അല്ലേ. നമുക്ക് അൺനെസസറി ആയിട്ട് ഇതിനകത്ത് ഒരു ടോപ്പിക്കും വരുന്നില്ല. കോർ സബ്ജക്ട്സ് മാത്രമായിട്ടുള്ളൊരു സിലബസാണ് നമുക്കിവിടെ പ്രിപ്പയർ ചെയ്യാനുള്ളത്. ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ ഓൾറെഡി നമ്മുടെ ഈ കുറേ സബ്ജക്ട്സ് നമ്മളവിടെ ക്രാക്ക് ചെയ്യുന്നതായിരിക്കും. മറ്റ് എക്സാമുകൾ വരുമ്പോഴത്തേക്കിന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോളിടെക്നിക് ലെക്ചർ, അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമുകളൊക്കെ വരുമ്പോഴത്തേക്കിന് നമുക്ക് എന്താണ് കുറേ അധികം, അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു സാധനമാണ് വാട്ടർ അതോറിറ്റി അല്ലേ. അതിൻ്റെ അകത്തിലും ഈ മെക്കാനിക്കൽ ടോപ്പിക്ക് കുറേ ഷെയർ ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോർ സിലബസ് വെച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് അപ്പുറത്തോട്ട് എത്ര എക്സാമുകൾ നിങ്ങളുടെ മുമ്പിലുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഈ 3 എക്സാമുകൾക്കും ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്കും എല്ലാം ഈ സിലബസ് വെച്ചിട്ട് ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും മേഡസ് അക്കാഡമിയിൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ലൈവ് ക്ലാസ്സുകളായിട്ടാണ്. ഓക്കെ, ലൈവ് ഫ്രഷ് ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. വളരെ കുറച്ച് ക്ലാസ്സുകളെ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഈ ലൈവ് ക്ലാസ്സിൻ്റെ തന്നെ എന്തുണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകളും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു മെൻറ്റർ കാണും, ഒരു മെൻറ്റർ സപ്പോർട്ട് കാണും, വാട്സപ്പ് ഗ്രൂപ്പ്, വാട്സപ്പ് കമ്മ്യൂണിറ്റി കാണും. ഓക്കെ, വാട്സപ്പ് കമ്മ്യൂണിറ്റി കാണും. പിന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ ക്ലാസ്സുകളുടെ പാറ്റേൺ മിക്കവാറും എല്ലാവർക്കും അറിയാം. നമ്മുടെ ഓരോ ക്ലാസ്സുകൾക്കും എന്തുണ്ട്, ക്ലാസ് ടെസ്റ്റുകളുണ്ട്, ടോപ്പിക് ടെസ്റ്റുകളുണ്ട്, മോഡൽ ടെസ്റ്റുകളുണ്ട്. അങ്ങനെ എല്ലാം അടങ്ങിയ ഒരു കംപ്ലീറ്റ് പാക്കേജ് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കലിന് വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 3 എക്സാമുകൾക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക. കാര്യം എപ്പോഴും ഫ്രഷ് ആയിട്ട് തുടങ്ങുന്ന ലൈവ് ക്ലാസ്സുകൾക്ക് അതിൻ്റേതായ അഡ്വാൻറ്റേജ് ഉണ്ട്. തുടക്കം മുതലേ നമ്മൾ ആ ട്രാക്കിലായി പോകുന്നതായിരിക്കും. ഒരു 3-4 ക്ലാസ്സുകളെ ആയിട്ടുള്ളൂ. എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക, ജോയിൻ ചെയ്യാൻ നോക്കുക. ഓക്കെ, അതുപോലെ
നമ്മുടെ ഈ ഒരു കോഴ്സിന് കോംബോ ഓഫേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഈ ഓഫറിലൊക്കെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എക്സാം, അതുപോലെ ലെക്ചർ ഇൻ പോളിടെക്നിക്, അതുപോലെ AMVAയുടെ റാങ്ക് ലിസ്റ്റുകളൊക്കെയാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ട്രേഡ്സ്മാൻ ടേണിംഗ് എന്നൊക്കെ ടോപ്പ് റാങ്കുകളൊക്കെ നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റ് ടോപ്പ് റാങ്കുകൾ നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ റീസെൻ്റ് ആയിട്ടുള്ള എല്ലാ മെക്കാനിക്കൽ ബേസ്ഡ് എക്സാമുകൾക്ക് നമുക്ക് നല്ല രീതിയിൽ റാങ്കുകൾ നേടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ രീതിയിലാണ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മാക്സിമം ബേസ് മുതൽ എന്താ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ അല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ ഡിസ്കസ് ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ മറക്കല്ല് ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക. അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ്. അതും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.